ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മത്തൻ കറിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ മത്തൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് വെച്ചൊരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മത്തൻ ഇതാ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പറിച്ചെടുക്കാം. ഇതാ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മമ്പയർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മമ്പയർ കുറച്ച് മുമ്പേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതേപോലെ 2 കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കഷ്ണം മതി കേട്ടോ കറിക്കായിട്ട്. അപ്പോൾ ഞാനിതാ മമ്പയർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുക്കറിലാണെങ്കിൽ 2-3 വിസിൽ കൂടുതൽ അടിച്ചാൽ മതി, വെന്ത് കിട്ടും. ഇനി നമുക്ക് മത്തനൊക്കെ ഒന്ന് തോല് ചെത്തി മുറിച്ചെടുക്കാം. ഇതേപോലെ തോല് ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്കിത് കഷ്ണങ്ങളാക്കാം. ഞാൻ ഇതേപോലെയാണ് കേട്ടോ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. അത് വെന്ത് ഉടഞ്ഞോളൂ, അതുകൊണ്ട് കഷ്ണം വലുതായി പോയാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് മമ്പയർ വേവിക്കാൻ വയ്ക്കാം. ഞാനിത് കുക്കറിലാണ് ഇടുന്നത്. അപ്പോൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജീരകം ഇടുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ജീരകം ഇട്ടിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മമ്പയർ ഒന്ന് വെന്തോന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച മത്തൻ ഇട്ട് കൊടുക്കാം. മത്തൻ ഇട്ടിട്ട് 1 വിസിലടിച്ചാൽ മതി കേട്ടോ. വെന്തുടഞ്ഞോളും നന്നായിട്ട്. മത്തനും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1 വിസിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ കലക്കി കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഇതിലേക്ക് കലക്കി കൊടുക്കാം. തേങ്ങ കലക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് കട്ടി കൂടുതലായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയിട്ടുണ്ട്. കുറച്ചിരിക്കുമ്പോൾ ഒന്ന് കട്ടിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വറവിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ കടുകിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ തേങ്ങ എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരാം കേട്ടോ. ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വറുക്കാം. എന്നിട്ട് അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇതാ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ വറവിട്ട് അതിലേക്ക് ഈ തേങ്ങയും കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ടില്ലാത്തവരും ഉള്ളവരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.